ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ശ്രീലക്ഷ്മി ആദിലന് പറ്റിയിട്ടൊരു പരാമർശം എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് തികച്ചും യോജിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. തെറ്റാണെങ്കിൽ തോന്നില്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. പിന്നെ അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് കണ്ടത് കുറേ പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് റിയാസിന്റെ ഒരു സ്റ്റോറി ആരൊക്കെ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറയാം, നമ്മളെ വീട്ടുകാരെ പറയാം, അല്ലെങ്കിൽ കുട്ടിയെ പറയാം എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു രീതിയിൽ റിയാസ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളിൽ നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷയില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലരും ചിലപ്പോൾ ഫേക്ക് ഫെമിനിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ റിയാസ് സലീമിനെ പോർട്രേറ്റ് ചെയ്യുന്നത്. സോ നല്ല കാഴ്ചപ്പാടും ഒരുപാട് കാര്യങ്ങളിൽ അറിവുള്ള ഒരാളാണ് റിയാസ് സലീം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എൻ്റെ കാര്യത്തിൽ, എൻ്റെ എൻഗേജ്മെൻറ്റ് ടൈമിൽ എന്നോടുള്ള വൈരാഗ്യത്തിൽ എൻ്റെ വൈഫിനെ എന്ത് ചെയ്തു ഇതിൽ ഡ്രാഗ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നല്ലതായി. നമ്മളീ പറയുന്നതും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. റിയാസ് സലീം ബിഗ് ബോസ് കാണാറില്ല. ഇപ്പോഴത്തെ ബിഗ് ബോസ് വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആണ് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞില്ല വേസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ബ്രോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? വേസ്റ്റ് എന്ന് എന്തിനാ പറയുന്നത്? എല്ലാം അവർ അത്രയും ആൾക്കാരിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടല്ലേ അതിൽ കുറച്ച് പേര്. റിയാസ് സലീം അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കുട്ടികളെ വെറുതെ എന്തിനാ ഡ്രാഗ് ചെയ്യുന്നത്? വീട്ടിലുള്ളവരെ ഡ്രാഗ് റിയാസ് എങ്ങനെ പറഞ്ഞു? റിയാസിന്റെ അടുത്ത് പോയി ചോദിക്കും ബ്രോ. അങ്ങനെയുള്ള ആരോപണം ബിഗ് ബോസിലെ ആൾക്കാർ നിങ്ങളെ പോലെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടാണ് ഓരോരുത്തർ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ മോശമായിട്ട് അലിഗേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു വിവാദം ഉണ്ടാക്കാൻ. എനിക്ക് തോന്നുന്നു റിയാസിന് കണ്ടന്റ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്നെ വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറയാനുള്ള പറഞ്ഞു. റിയാസ് സലീം ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിലുണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? കാരണം കുട്ടികളെ ഇതിൽ ഡ്രാഗ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് തെറ്റ് തന്നെയാണ് റിയാസ് സലീം ഇത് കാണുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ല? അത് ഇഫ് യു ആർ ലൈക്ക് അത് ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു, കുട്ടീനെ ഡ്രാഗ് ചെയ്യാതിരുന്നതിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നമ്മളൊക്കെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, അത് മാത്രമേ. റിയാസ് സലീം കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് സ്വാധീനിച്ചിട്ട് അതിന് വെറ്റി ജീവിക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ നല്ലതാണ്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും കൂടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നി, അത്രേ. ഈ അനുമോളുടെ ഒക്കെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? അനുമോളുടെ PR ആണോ? അല്ല, അനുമോളിനെ പറ്റി തന്നെ തോന്നി. ഞാൻ കാണാറില്ല. ഞാൻ ഒരു സംഭവം മാത്രമേ ഞാൻ കണ്ടുള്ളായിരുന്നു. എനിക്കത് അതിന് കട്ടിങ് കൂടുതൽ പറയാൻ അറിയത്തില്ല. അല്ല, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട്? ലാലേട്ടനാണ് ഞാൻ പറഞ്ഞ ലാലേട്ടനാണ് നന്നായി ഗെയിം കളിക്കുന്ന ഒരാള്. പിന്നെ എന്താ പറയാ, എല്ലാവരും കളിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക, എല്ലാവരും കളിക്കട്ടെ. ഇന്ന് കാണുന്ന കണക്കായിരിക്കത്തില്ല നാളെ. ഇന്നിപ്പോൾ ഒരാൾക്ക് ഹേറ്റഡ് ഉണ്ടെങ്കിൽ നാളെ അത് മാറാനുള്ള ചാൻസും ഉണ്ട്. സോ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു വ്യക്തിനെയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എല്ലാം മാറും, മനസ്സിലായില്ലേ? സോ അതിനനുസരിച്ച് നമ്മൾ പുറമേ ഉള്ള ആൾക്കാരും അത് കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക. ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഷോയിലേക്ക് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. കാരണം അങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അത് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും? കഴിഞ്ഞ മസ്താനിയുടെ ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ ദേവലക്ഷ്മി നടത്തിയ ഒരു പരാമർശം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായല്ലേ? ഓക്കെ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് കണ്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു അഭിപ്രായം പറയും. പക്ഷേ പുള്ളിക്കാരി അത് കണ്ട കാര്യം അല്ലായിരുന്നെന്ന് തോന്നി. അതൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നെന്ന് തോന്നി. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ട കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു, കാരണം വെറുതെ വേണമെങ്കിൽ ഫേക്കായിട്ട് ഒരാൾക്ക് പറയാമല്ലോ ഒരു അലിഗേഷൻ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് തോന്നി. അല്ല, എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കത്തില്ലേ? എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കും. ഇപ്പം അതൊരു മസ്താനിയുടെ ഒരു ഗെയിം ആയിരുന്നെങ്കിലോ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി അതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞിട്ട് മസ്താനി വെറുതെ ലക്ഷ്മിനെ കൊണ്ട് അങ്ങനെ ലക്ഷ്മി ആകുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പം ഓക്കെ, ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ച് എടുത്തുചാടി. ആ എടുത്തുചാട്ടം കുറച്ച് നല്ലതാണ്. പക്ഷേ റിയാക്ട് ചെയ്തു പുള്ളിക്കാരി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. നാളെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. ലക്ഷ്മി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ട് അടുത്ത വീട്ടിൽ ഗെയിം പോലും കളിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ അതിനകത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു, കൊടി വെച്ചിട്ടുള്ള ആ ഗെയിമിലാണെങ്കിൽ ഞാൻ ഗെയിം കളിക്കാൻ മാറി നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ. അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഞാനൊരു ഗെയിമറായിട്ട് കളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട്. അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ.